നമസ്കാരം. ലെബനനിലെ ജനങ്ങളുടെ കണ്ണുനീരിനും യാതനകൾക്കും ഒടുവിൽ ആശ്വാസമാവുകയാണ്. ലെബനനുമായി വെടിനിർത്തൽ കരാറിൽ നെതന്യാഹു സമ്മതം മൂളിയതായാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതോടെ ഇസ്രയേലിന്റെ ഒരു വർഷത്തിൽ നീണ്ട മനുഷ്യക്കുരുതിക്കാണ് ഇപ്പോൾ അന്ത്യമാകുന്നത്. മാത്രമല്ല, ലെബനനിൽ കൊടും ശൈത്യത്തിന് തുടക്കമാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ക്യാമ്പുകളിൽ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ വസ്ത്രങ്ങളോ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നത്. പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ധാരണ പ്രകാരം വെടിനിർത്തൽ നിലവിൽ വന്നാൽ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ജനങ്ങൾ. അതേസമയം ലെബനനിലെയും ഗാസയിലെയും കൂട്ടക്കുരുതിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് നെതന്യാഹുവിന് മനമാറ്റമുണ്ടായതെന്ന് വേണം കരുതാൻ. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ബ്രിട്ടൻ നെതന്യാഹുവിന്റെ കൂട്ടക്കുരുതിക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നും കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ ഇസ്രയേലിന്റെ നരനായാട്ടിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ഒത്താശയോടെയാണ് ഇസ്രയേൽ പലസ്തീനിൽ വ്യോമാക്രമണം കടുപ്പിച്ചത്. നെതന്യാഹുവിന്റെ കടുത്ത തീരുമാനങ്ങൾക്ക് പിന്നിൽ ബൈഡൻ എന്ന ബുദ്ധി കേന്ദ്രമായിരുന്നു. ഇനി ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്നതോടെ നെതന്യാഹുവിനുണ്ടായിരുന്ന പിന്തുണയും കുറയും. ട്രംപ് അമേരിക്കയുടെ തലപ്പത്തേക്ക് വന്നാൽ നെതന്യാഹുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. കാരണം മധ്യേഷ്യയിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന പക്ഷക്കാരനാണ് ട്രംപ്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപും ടെക് ഭീമനും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനുമായ മസ്കും കൈകോർത്തിരിക്കുകയാണ്. ട്രംപും മസ്കും ബിസിനസ് നയത്തിൽ ഒരേ നാണയത്തിലെ രണ്ട് വശങ്ങളാണ്. ഇരുവർക്കും ബിസിനസ് സ്മൂത്തായി കൊണ്ടുപോകണമെങ്കിൽ യുദ്ധത്തിന് അവസാനമാകണം. യുദ്ധം മുന്നോട്ട് പോയാൽ അത് തങ്ങളുടെ ബിസിനസ്സുകളെ കാര്യമായി ബാധിക്കുമെന്നും ഇക്കാര്യത്തിൽ ഇതര രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകില്ലെന്നും ഇവർക്കും വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് പലസ്തീനുമായും ഇറാനുമായുള്ള യുദ്ധങ്ങൾക്ക് സലാം പറയേണ്ടി വരും. കരാർ യാഥാർത്ഥ്യമായാൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് തെക്കൻ ലെബനനിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങും. ഹിസ്ബുള്ള തങ്ങളുടെ ആയുധങ്ങൾ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 25 കിലോമീറ്റർ വടക്ക് ലിറ്റാനി നദിക്ക് വടക്കായി പിൻവലിക്കും. അതേസമയം ലെബനീസ് സൈന്യം നിലവിലുള്ള UN സമാധാന സേനയ്ക്കൊപ്പം അതിർത്തി മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ നീങ്ങും. ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചർച്ചകളിൽ ഹിസ്ബുള്ള നേരിട്ടുള്ള കക്ഷിയായിരുന്നില്ല. കരാറിലെ വ്യവസ്ഥകൾ ഹിസ്ബുള്ള പാലിക്കുമെന്ന് ലെബനൻ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വെടിനിർത്തൽ പ്രകാരം അമേരിക്ക 5 രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര നിരീക്ഷണ സമിതിയെ നയിക്കും. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറ് ലംഘിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണിത്. എന്നാൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയാൽ അതിർത്തിയിൽ ഇസ്രയേൽ സൈനിക പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക പിന്തുണ വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. 2023 ഒക്ടോബർ 8 ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തി പട്ടണങ്ങളിലേക്ക് ഷെല്ലുകളും മിസൈലുകളും തൊടുത്തുവിട്ടതോടെയാണ് സംഘർഷം ആരംഭിക്കുന്നത്. ലെബനനിലുടനീളം തീവ്രമായ ബോംബാക്രമണങ്ങൾക്കിടയിൽ ഇസ്രയേൽ കര അധിനിവേശം ആരംഭിച്ചതോടെ സെപ്റ്റംബർ അവസാനം മുതൽ പോരാട്ടം ശക്തമാവുകയായിരുന്നു. സാധ്യമായ വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ചില വടക്കൻ പട്ടണങ്ങളുടെ മേയർമാർ ഈ കരാറിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ കീഴടങ്ങൽ കരാർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറ് ഹിസ്ബുള്ളയെ അതിർത്തി മേഖലയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ പര്യാപ്തമല്ലെന്നാണ് ആരോപണം. മടങ്ങി വരുന്ന താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കരാർ പരാജയപ്പെടുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നാലും അത് എത്രത്തോളം പ്രാബല്യത്തിലാകുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ തങ്ങളുടെ സായുധ സേനയെ നിലനിർത്തണമെന്ന നെതന്യാഹുവിന്റെ പിടിവാശി തന്നെ ഇതിനുദാഹരണമാണ്. ഇനി ട്രംപ് വന്ന് വടിയെടുത്താൽ നെതന്യാഹുവിന്റെ ചിന്തയ്ക്ക് മാറ്റമുണ്ടായേക്കുമെന്നും കരുതുന്നവരുണ്ട്.